സംസ്ഥാന സർക്കാരിനും CPM-നും പല കോണുകളിൽ നിന്നും അതിരൂക്ഷമായ വിമർശനം കേൾക്കേണ്ടി വരികയാണ്. പ്രധാനമായും ഇപ്പോൾ രണ്ട് ചോദ്യങ്ങൾ. റോഡടച്ച CPM സമ്മേളനം പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ഹൈക്കോടതി. ഫുട്പാത്തിൽ നടക്കുന്നവർക്ക് പോലും രക്ഷയില്ല. റോഡിൽ എങ്ങനെ സ്റ്റേജ് നിർമ്മിച്ചു? വിമർശനം തുടർന്ന് ഹൈക്കോടതി രംഗത്ത് വന്നതോടെ CPM-ഉം സർക്കാരും വരും ദിവസങ്ങളിൽ ഗൗരവമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. തിരുവനന്തപുരം വഞ്ചിയൂരിൽ റോഡടച്ചുള്ള CPM ഏരിയ സമ്മേളനത്തിൽ സംഘാടകരും പങ്കെടുത്തവരും പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ഹൈക്കോടതി. റോഡ് കുത്തിപ്പൊളിച്ചാണ് പൊതുസമ്മേളനത്തിന്റെ സ്റ്റേജിന് കാൽനാട്ടിയതെങ്കിൽ കേസ് വേറെയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ വഴിതടഞ്ഞാണ് ജോയിന്റ് കൗൺസിലിന്റെ സമരം നടന്നത്. എങ്ങനെയാണ് ഇത്തരം പരിപാടികൾക്ക് സ്റ്റേജ് കെട്ടുക? ഇത്തരം പ്രവർത്തികൾക്ക് ക്രിമിനൽ നടപടി പ്രകാരം കേസ് എടുക്കണമെന്നും ഹൈക്കോടതി പറഞ്ഞു. റോഡടച്ചുള്ള CPM സമ്മേളനത്തിൽ സംസ്ഥാന പോലീസ് മേധാവി സത്യവാങ്മൂലം സമർപ്പിച്ചു. വഴിതടഞ്ഞുള്ള CPM സമ്മേളന സ്റ്റേജിൽ 16 നേതാക്കളെന്നാണ് പോലീസ് പറയുന്നത്. ഹൈക്കോടതിയിൽ DGP നൽകിയ സത്യവാങ്മൂലത്തിലാണ് വിവരം. MV ഗോവിന്ദൻ, M വിജയകുമാർ തുടങ്ങി പേരുകൾ പറഞ്ഞ പോലീസ് റിപ്പോർട്ട് റോഡ് തടഞ്ഞുള്ള പരിപാടികൾക്ക് അനുമതി നൽകരുതെന്ന് നേരത്തെ സർക്കുലർ ഇറക്കിയിരുന്നു. സംഭവം അറിഞ്ഞപ്പോൾ ഉടൻ തന്നെ ഇടപെടുകയും സംഘടിപ്പിച്ചവർക്കെതിരെ കേസ് എടുക്കുകയും ചെയ്തു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ CPI പരിപാടിക്കെതിരെയും കേസെടുത്തതായി DGP അറിയിച്ചു. കോടതിയലക്ഷ്യ ഹർജി ബുധനാഴ്ച ഡിവിഷൻ ബെഞ്ച് വീണ്ടും പരിഗണിക്കും. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ചും വഞ്ചിയൂരിൽ റോഡ് അടച്ചുകെട്ടി CPM സമ്മേളനം നടത്തിയതിൽ രൂക്ഷ വിമർശനം തുടർന്ന് ഹൈക്കോടതി രംഗത്ത് വന്നതോടെ സംസ്ഥാന സർക്കാരും CPM-ഉം വെട്ടിലാവുകയാണ്. സംസ്ഥാനത്ത് അലക്ഷ്യമായ വാഹനമോടിക്കൽ വർദ്ധിച്ചു വരികയാണെന്നും ഇത് ഉത്കണ്ഠയുണ്ടാക്കുന്ന കാര്യമാണെന്നും കോടതി പറഞ്ഞു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടപ്പാത തടഞ്ഞ് സമരം ചെയ്തതിലും വഞ്ചിയൂരിൽ റോഡ് അടച്ചുകെട്ടി രാഷ്ട്രീയ പാർട്ടി സമ്മേളനം നടത്തിയതിലും കോടതിയലക്ഷ്യ കേസ് എടുക്കുന്നത് പരിഗണിക്കുകയാണെന്നും ജസ്റ്റിസുമാരായ അനിൽ K. നരേന്ദ്രൻ, S. മുരളീകൃഷ്ണ എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി. കോടതിയലക്ഷ്യ ഹർജി ബുധനാഴ്ച ഡിവിഷൻ ബെഞ്ച് വീണ്ടും പരിഗണിക്കും. CPM-ന്റെ പാളയം ഏരിയ സമ്മേളനം വഞ്ചിയൂരിൽ റോഡ് അടച്ചുകെട്ടി നടത്തിയതിൽ രൂക്ഷ വിമർശനം ഹൈക്കോടതി തുടരുക തന്നെയാണ്. റോഡിൽ എങ്ങനെയാണ് സ്റ്റേജ് നിർമ്മിച്ചതെന്ന് കോടതി ചോദിച്ചു. ഇതിനുവേണ്ടി റോഡ് കുത്തിപ്പൊളിച്ചെങ്കിൽ കേസ് ഇനിയും ഗുരുതരമാകും. റോഡ് അടച്ചുകെട്ടുന്നതും നടപ്പാത തടസ്സപ്പെടുത്തുന്നതുമൊക്കെ സംബന്ധിച്ച് 2021 ഉത്തരവുണ്ട്. ഇത് ലംഘിച്ചിരിക്കുകയാണ്. ഇതിന് പരിപാടിയുടെ സംഘാടകരും അതിൽ പങ്കെടുത്തവരും കനത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും കോടതി വ്യക്തമാക്കി. CPI-യുടെ ജോയിന്റ് കൗൺസിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടപ്പാത അടച്ചുകെട്ടി സമരം നടത്തിയതും കോടതി പരിഗണിച്ചു. ഇത് നിയമലംഘനമാണെന്ന് വ്യക്തമാക്കിയ കോടതി സംസ്ഥാനത്ത് ഫുട്പാത്തിൽ നടക്കുന്നവർക്ക് പോലും രക്ഷയില്ലെന്ന് പറഞ്ഞു. പാലക്കാട് പനയമ്പാടത്ത് 4 വിദ്യാർത്ഥിനികൾ ലോറി മറിഞ്ഞ് മരിച്ച കാര്യവും കോടതി ചൂണ്ടിക്കാട്ടി. ബസ് കാത്തും മറ്റും ആളുകൾ റോഡരികിൽ നിൽക്കാറുണ്ട്. ആളുകൾക്ക് നടക്കാനുള്ള ഫുട്പാത്തുകൾ അടച്ചുകെട്ടുന്നത് ഒട്ടേറെ നിയമങ്ങൾ ലംഘിക്കലാണെന്നും കോടതി പറഞ്ഞു. കേരള ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ കറുത്ത വസ്ത്രത്തിന് വിലക്ക്. മംഗലപുരത്ത് ബിഷപ്പ് പെരേര മെമ്മോറിയൽ സ്കൂളിന്റെ വാർഷികാഘോഷ ചടങ്ങിലാണ് വിലക്ക്. മുഖ്യമന്ത്രിയുടെ ചടങ്ങിൽ കറുത്ത വസ്ത്രത്തിന് അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തിയത് വിവാദമായിരുന്നു. ബുധനാഴ്ച 3:55-നാണ് സ്കൂളിന്റെ 46-ാം വാർഷിക ചടങ്ങ്. വാർഷികാഘോഷ ചടങ്ങിന്റെ ഭാഗമായി പ്രിൻസിപ്പൽ രക്ഷിതാക്കളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലിട്ട സന്ദേശത്തിലാണ് മാതാപിതാക്കൾ കറുത്ത വസ്ത്രം ഒഴിവാക്കണമെന്ന നിർദ്ദേശമുള്ളത്. എന്തുകൊണ്ടാണ് കറുപ്പ് വസ്ത്രം ഒഴിവാക്കേണ്ടതെന്ന നിർദ്ദേശത്തിലില്ല. സ്കൂളിന്റെ പ്രതികരണം പുറത്തു വന്നിട്ടില്ല. പോലീസിന്റെ നിർദ്ദേശമാണോ സ്കൂളിന്റെ നിർദ്ദേശമാണോ എന്നതിൽ വ്യക്തതയില്ല. BJP സംഘടനാ തിരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് താഴെത്തട്ടിൽ തുടക്കം കുറിച്ചിരിക്കെ പുതിയ സംസ്ഥാന അധ്യക്ഷനെ തീരുമാനിക്കുന്നതിന് അനൗപചാരിക ചർച്ചകളും സമവായ സാധ്യത തേടലും തുടങ്ങി. ബൂത്ത് തലത്തിലുള്ള തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനുശേഷം മണ്ഡലം ജില്ലാ പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി സംസ്ഥാന അധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പിലേക്ക് എത്താൻ ജനുവരി അവസാനമാകും. ഫെബ്രുവരിയോടെ മാത്രമേ പുതിയ സംസ്ഥാന അധ്യക്ഷൻ ചുമതലയേൽക്കൂ. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നുണ്ടെങ്കിലും എല്ലാ തലത്തിലും സമവായത്തിന്റെ അടിസ്ഥാനത്തിൽ നേതൃത്വം പുതിയ അധ്യക്ഷന്മാരെ പ്രഖ്യാപിച്ചേക്കും. സംസ്ഥാനത്ത് നിലവിലെ സാഹചര്യത്തിൽ പാർട്ടി ജനറൽ സെക്രട്ടറിയായ MD രമേശിന് അനുകൂലമായ സമവായം ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത്. അതേസമയം പാർട്ടി ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രന്റെ പേരും പരിഗണനയിൽ വരുമെന്നാണ് സൂചനകൾ. രമേശിന് അനുകൂലമായി അന്തിമഘട്ടത്തിൽ അഭിപ്രായ ഐക്യം ഉണ്ടായില്ലെങ്കിൽ ശോഭാ സുരേന്ദ്രന്റെ പേര് ഉയർന്നു വരാം. ദീർഘകാലത്തെ പ്രവർത്തന പാരമ്പര്യവും സംഘടനാ പാഠവും MD രമേശിന് അനുകൂലമായ ഘടകങ്ങളാണ്. മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളിലും പാർട്ടിയുടെ വോട്ട് വിഹിതം ഉയർത്തിയത് ശോഭാ സുരേന്ദ്രന് തുണയായേക്കാം. മുൻ കേന്ദ്രമന്ത്രി V. മുരളീധരൻ ഇപ്പോൾ തന്നെ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമാണ്. അദ്ദേഹത്തിന് ദേശീയ തലത്തിൽ പ്രധാന സംഘടനാ പദവികൾ ലഭിച്ചേക്കും. സംസ്ഥാന അധ്യക്ഷ പദവി ലക്ഷ്യമാക്കി പാർട്ടിയിൽ ചരടുവലികളുണ്ട്. പല ഗ്രൂപ്പുകളിലായി നിലയുറപ്പിച്ചിരിക്കുന്ന ചില നേതാക്കൾ അധ്യക്ഷ പദവിക്ക് രംഗത്തുണ്ട്. സാധ്യതയുള്ള പലർക്കുമെതിരെ ആരോപണങ്ങൾ ഉയർന്നു വരുന്നതിന്റെയും പഴയ ആരോപണങ്ങൾ പൊടിതട്ടിയെടുക്കുന്നതിന്റെയും പിന്നിൽ വ്യക്തി താല്പര്യങ്ങളും ഗ്രൂപ്പ് താല്പര്യങ്ങളുമാണെന്ന് നിഷ്പക്ഷമതികളായ നേതാക്കൾ പറയുന്നു. സംസ്ഥാന അധ്യക്ഷൻ ആരാകണമെന്നതിൽ ദേശീയ നേതൃത്വമാണ് തീരുമാനമെടുക്കേണ്ടത്. സംസ്ഥാന നേതാക്കളുമായി നടത്തുന്ന സമവായ ചർച്ചകളുടെയും ദേശീയ നേതൃത്വം സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങളുടെയും അടിസ്ഥാനത്തിലായിരിക്കും ഇത്. ആരധ്യക്ഷനാകുന്നതാകും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുണകരമാവുക എന്നത് സംബന്ധിച്ച് ദേശീയ നേതൃത്വം അവരുടേതായ വിവരശേഖരണവും വിലയിരുത്തലും നടത്തുന്നുണ്ട്. കേരളത്തിലെ RSS നേതൃത്വവുമായും ഇക്കാര്യത്തിൽ ആശയവിനിമയം ഉണ്ടാകും.
വിദ്യാർത്ഥി രാഷ്ട്രീയം അവസാനിപ്പിക്കേണ്ടതില്ലെന്നും ക്യാമ്പസിനുള്ളിലെ രാഷ്ട്രീയ കളി അവസാനിപ്പിച്ചാൽ മതിയെന്നും കേരള ഹൈക്കോടതി. മതത്തിന്റെ പേരിലുള്ള കുറ്റകൃത്യങ്ങളുടെ പേരിൽ മതം നിരോധിക്കാറില്ലല്ലോ എന്നും കോടതി ചോദിച്ചു. വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കണമെന്ന പൊതു താൽപര്യ ഹർജി പരിഗണിക്കവെയാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. ജനാധിപത്യപരമായ രീതിയിൽ ക്യാമ്പസിനുള്ളിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്താം. ക്യാമ്പസിനുള്ളിലെ ആക്രമണങ്ങൾ തടയാനുള്ള നടപടികൾ എടുക്കുന്നതിന് പകരം രാഷ്ട്രീയം തന്നെ നിരോധിക്കുക എന്ന നിലപാടിലേക്ക് പോകേണ്ടതില്ലെന്ന് കോടതി വ്യക്തമാക്കി. ജനുവരി 23-ന് ഹൈക്കോടതി വീണ്ടും ഇത് സംബന്ധിച്ച് ഹർജി പരിഗണിക്കും. അതിനുശേഷം അന്തിമ ഉത്തരവുണ്ടാകും. കേരളത്തിൽ അടിക്കടി ഉണ്ടാകുന്ന വാഹനാപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ അതീവ ഗൗരവമുള്ള അന്വേഷണങ്ങളും പരമ്പരകളുമായി മാധ്യമങ്ങളും രംഗത്ത് വന്നിരിക്കുകയാണ്. സേഫ് അല്ല കേരളമെന്നും അപകടം തടയേണ്ടവർ മറ്റ് ഡ്യൂട്ടിയിലായാൽ എന്ത് ചെയ്യുമെന്നും തസ്തിക സൃഷ്ടിച്ചത് അപകടം കുറയ്ക്കാൻ പരിശോധന പ്രഹസനം എന്നീ ആക്ഷേപങ്ങളുമായി മാധ്യമങ്ങളും നിരീക്ഷകരും ഒക്കെ രംഗത്ത് വന്നതോടെ വീണ്ടും സംസ്ഥാന സർക്കാരിന് ആ വഴിക്ക് ചോദ്യങ്ങൾ. ഡ്രൈവിംഗ് ടെസ്റ്റും ഫിറ്റ്നസ് പരിശോധനയും കർശനമാക്കാൻ കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചതോടെ നിരത്തിലെ നിരീക്ഷണവും വാഹന പരിശോധനയും കുറഞ്ഞു. അപകടങ്ങൾ കുറയ്ക്കാൻ മോട്ടോർ വാഹന വകുപ്പ് രൂപീകരിച്ച സേഫ് കേരള സ്ക്വാഡിലെ ഉദ്യോഗസ്ഥരെ മറ്റ് ജോലികൾക്ക് വിന്യസിച്ചതോടെ അപകട നിരക്ക് ഗണ്യമായി ഉയരുകയാണ്. ആവശ്യത്തിന് വാഹനങ്ങൾ ഇല്ലാത്തതിനാലും വിരമിച്ചവർക്ക് പകരം നിയമനം നടക്കാത്തതുകൊണ്ടും ദുർബലമായ സേഫ് കേരളയിൽ അതർ ഡ്യൂട്ടി കൂടി വന്നതോടെ റോഡ് സുരക്ഷ വഴിപാടായി മാറുന്നുവെന്നാണ് ആക്ഷേപം. നിരത്തിലെ നിരന്തര നിരീക്ഷണത്തിലൂടെ അപകടം കുറയ്ക്കാമെന്ന് വാഗ്ദാനം ചെയ്താണ് മോട്ടോർ വാഹന വകുപ്പ് 2018 സേഫ് കേരളയ്ക്കായി 262 അധിക തസ്തികകൾ നേടിയത്. 34 സ്ക്വാഡുകൾ വിപുലീകരിച്ച് 85 ആക്കി. വാഹനങ്ങൾക്ക് റോഡ് സുരക്ഷാ അതോറിറ്റിയിൽ നിന്ന് പണവും വാങ്ങി. എന്നാൽ സ്ക്വാഡിൽ ഒഴിവുണ്ടാകരുതെന്ന നിബന്ധന അട്ടിമറിച്ചുവെന്നാണ് ആക്ഷേപം. ഉദ്യോഗസ്ഥരെ ക്രമേണ ഓഫീസുകളിലേക്ക് മാറ്റി. വാഹനങ്ങൾ ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ വീഴ്ച പറ്റിയത് ഗതാഗത വകുപ്പ് നിയമസഭയിൽ സമ്മതിക്കുകയും ചെയ്തു. പിഴ ചുമത്താൻ വേണ്ടിയല്ല സേഫ് കേരള സ്ക്വാഡ് തുടങ്ങിയത്. അപകട മേഖലകളിൽ സ്ഥിരമായി നിരീക്ഷണം നടത്തി അമിത വേഗവും അലക്ഷ്യമായ ഡ്രൈവിംഗും തടയുക, അപകട മേഖലകളിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുക, മുന്നറിയിപ്പ് ബോർഡുകൾ ഉറപ്പുവരുത്തുക, ഡ്രൈവർമാർക്ക് ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുക എന്നിവയും സേഫ് കേരളയുടെ ചുമതലയായിരുന്നു. റോഡ് സുരക്ഷാ പ്രചാരണ പരിപാടികളുടെ ഏകോപനവും സേഫ് കേരള സ്ക്വാഡിനായിരുന്നു. അപകട മേഖലകൾ കണ്ടെത്തി റോഡ് സുരക്ഷാ അതോറിറ്റിയുടെ സഹായത്തോടെ സുരക്ഷിതമാക്കാനും സേഫ് കേരള ഉദ്യോഗസ്ഥർ മുൻപ് മുൻകൈയെടുത്തിരുന്നു. നിലവിൽ തന്നെ പല വിഷയങ്ങളിലും CPM-ന് ഇടിവിട്ട് പണി കിട്ടിയിരിക്കുന്ന സമയമാണ്. പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയും കൂട്ടയടിയും കണ്ണൂരിൽ PP ദിവ്യയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും ഇതിനിടയിൽ CPM-ന് വലിയ ചോദ്യമായി മാറിയിരിക്കുകയാണ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച. ഇടത് യൂണിയൻ അധ്യാപക സംഘടന പ്രതിക്കൂട്ടിലാകുമോ, സംശയനിഴലിലാകുമോ? ചോദ്യങ്ങളുമായി മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും രംഗത്തുണ്ട്. ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ ഇടത് യൂണിയനിലെ അധ്യാപകരാണെന്നുള്ള ആരോപണവുമായി പ്രമുഖ മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ആരോപണ വിധേയമായ ഒരു ട്യൂഷൻ സെന്റർ ഇടത് യൂണിയന്റെ സമ്മേളനത്തിന് നൽകിയത് 25 ലക്ഷം എന്നുള്ള റിപ്പോർട്ടുകളുമായാണ് ചില മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇടത് യൂണിയൻ അധ്യാപകരുടെ നേതൃത്വത്തിൽ നടത്തുന്നത് വൻകിട ട്യൂഷൻ സെന്ററുകളെന്നുള്ള സൂചനകളും ആരോപണങ്ങളുമായി മാധ്യമങ്ങൾ രംഗത്ത് വന്നതോടെ സോഷ്യൽ മീഡിയയും ഈ വിഷയത്തിൽ സജീവമായി ചർച്ചകളും ചോദ്യങ്ങളും ഉയർത്തിക്കഴിഞ്ഞു. ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്നതിൽ 90% ഇടത് യൂണിയനിൽപ്പെട്ട അധ്യാപകരാണ്. ഇവരിൽ നല്ലൊരു ശതമാനം ട്യൂഷൻ സെന്ററുകൾ നടത്തുന്നവരോ ട്യൂഷൻ സെന്ററുകളുമായി സഹകരിക്കുന്നവരോ ആണെന്നാണ് വിവരം. കോഴിക്കോട് ആസ്ഥാനമായുള്ള ഒരു ട്യൂഷൻ സെന്റർ നടത്തുന്നത് ഇടത് അധ്യാപകനാണ്. ഹയർ സെക്കൻഡറിക്ക് 27,000 രൂപയാണ് ഒരു കുട്ടിക്ക് ഇവിടെ ഫീസ്. ഇത്തരത്തിൽ ഒരു ട്യൂഷൻ സെന്റർ ഇടത് അധ്യാപക സംഘടനയുടെ സമ്മേളനത്തിന് നൽകിയത് 25 ലക്ഷം രൂപയാണെന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട്. കൂടാതെ സംഘടന ഏറ്റെടുക്കുന്ന പരിപാടികൾക്കെല്ലാം ഇത്തരം ഇടത് യൂണിയൻ അധ്യാപകരുമായി ബന്ധമുള്ള ട്യൂഷൻ സെന്ററുകൾ ലക്ഷങ്ങളാണ് സംഭാവന നൽകുന്നതെന്നുമാണ് വിവരം. അതേസമയം ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച് DGPക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പരാതി നൽകി. സ്വകാര്യ ട്യൂഷൻ സെന്ററിൽ ക്ലാസ് എടുക്കുന്ന അധ്യാപകർക്ക് ചോർച്ചയിൽ പങ്കുണ്ടാകാമെന്നും കർശന നടപടി എടുക്കണമെന്നുമാണ് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചത്. ഉന്നതതല യോഗവുമുണ്ട്. 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് +1 കണക്ക് വിഷയങ്ങളാണ് ചോദ്യങ്ങൾ ചോർന്നത്. പരീക്ഷ തലേന്ന് പ്രഡിക്ഷൻ എന്ന നിലയ്ക്ക് യൂട്യൂബ് ചാനലുകൾ ചോദ്യങ്ങൾ പുറത്തുവിടുകയായിരുന്നു. ഇതിൽ 80% ചോദ്യ നമ്പർ പോലും തെറ്റാതെ ചോദ്യപേപ്പറിൽ വരികയും ചെയ്തു. ക്രിസ്മസ് പരീക്ഷകളുടെ ചോദ്യക്കടലാസ് ചോർച്ചയിൽ അന്വേഷണമില്ല, നടപടിയുമെന്ന വിമർശനവുമായി മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ്. 10ാം ക്ലാസ് +1 ക്രിസ്മസ് പരീക്ഷകളുടെ ചോദ്യക്കടലാസ് ചോർന്ന സംഭവത്തിൽ നടപടി വൈകുന്നതിൽ ദുരൂഹത. ആരോപണമുയർന്ന വ്യാഴാഴ്ച തന്നെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് കോഴിക്കോട് വിദ്യാഭ്യാസ ഉപഡയറക്ടർ പരാതി നൽകിയിരുന്നു. വെള്ളിയാഴ്ച കോഴിക്കോട്ടെ സിറ്റി റൂറൽ പോലീസ് മേധാവികൾക്കും പരാതി നൽകി. ശനിയാഴ്ച DGPക്കും സൈബർ പോലീസിനും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കും പരാതി നൽകി. സംഭവം നടന്ന 5 ദിവസമായിട്ടും ചോദ്യക്കടലാസ് ഉൾപ്പെടുത്തി വീഡിയോ തയ്യാറാക്കിയ സ്ഥാപനത്തിനെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. സ്ഥാപന അധികൃതരെ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ട് പോലുമില്ല. അന്വേഷണം വൈകുന്നതിന് പിന്നിൽ
ഭരണാനുകൂല അധ്യാപക സംഘടനകളുടെയും ഉദ്യോഗസ്ഥരുടെയും താൽപ്പര്യമാണെന്നാണ് ആരോപണം. ആരോപണ വിധേയമായ പരീക്ഷകൾ റദ്ദാക്കണമെന്നും വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും KSU കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഇടത് വിദ്യാർത്ഥി സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തുണ്ട്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും അല്ലെങ്കിൽ സമരത്തിനിറങ്ങുമെന്നും AISF സംസ്ഥാന എക്സിക്യൂട്ടീവ് വ്യക്തമാക്കി. വിവാദത്തിൽ ഉൾപ്പെട്ട MS സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിൽ ക്ലാസ്സിനിടെ അധ്യാപകർ ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്നതായി ആക്ഷേപമുണ്ട്. CEO ഷുഹൈബ് ക്ലാസ്സിനിടെ മുണ്ടുയർത്തി കയ്യിൽ പിടിക്കുന്ന വീഡിയോ പ്രചരിക്കുന്നുണ്ട്. അറബി ക്ലാസ്സിനിടെ ഇദ്ദേഹം ദ്വയാർത്ഥ പ്രയോഗവും നടത്തുന്നുണ്ട്. ചാനലിന്റെ ഇൻസ്റ്റഗ്രാം ഫാൻ പേജിൽ ഇത്തരം ഭാഗങ്ങൾ പ്രത്യേകം ഉൾപ്പെടുത്തി പ്രചരിക്കുന്നുണ്ട്. വിവാദമായതോടെ പല വീഡിയോകളും നീക്കം ചെയ്ത നിലയിലാണ്. യൂട്യൂബ് ചാനലിലെ അശ്ലീല ചുവയുള്ള പരാമർശങ്ങൾക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് AIYF കൊടുവള്ളി മണ്ഡലം കമ്മിറ്റി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. യൂട്യൂബ് ചാനലിന്റെ ഓഫീസുള്ള കൊടുവള്ളി മേഖലയിൽ കഴിഞ്ഞ ഓണപരീക്ഷയ്ക്ക് കുട്ടികൾ വ്യാപകമായി കോപ്പിയടിച്ചത് കണ്ടെത്തിയിരുന്നു. യൂട്യൂബിൽ നിന്ന് കിട്ടിയ ചോദ്യങ്ങൾക്ക് കുട്ടികൾ ഉത്തരം തയ്യാറാക്കി കൊണ്ടുവരികയായിരുന്നു. പരാതിയിൽ കൊടുവള്ളി AEO അന്വേഷണം നടത്തുകയും താമരശ്ശേരി DEO മുഖേന പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ വിവരം ധരിപ്പിക്കുകയും ചെയ്തിരുന്നു. യൂട്യൂബ് ചാനലിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തുന്നതായി പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ ആരോപണം നേരിടുന്ന ചാനലിന്റെ ഉടമ വ്യക്തമാക്കി. ചൊവ്വാഴ്ച രാത്രി പുറത്തുവിട്ട വീഡിയോയിലാണ് MS സൊല്യൂഷൻസ് CEO ഷുഹൈബ് പ്രതികരിച്ചത്. അന്വേഷണത്തോട് നിയമപരമായി സഹകരിക്കുന്നുണ്ട്. മാധ്യമങ്ങളോട് പ്രതികരിക്കേണ്ടതാണ് ഡയറക്ടർമാരുടെ നിർദ്ദേശമെന്ന് ഷുഹൈബ് പറഞ്ഞു. ക്രിസ്മസ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രാഥമിക അന്വേഷണം പോലീസ് തുടങ്ങിയെന്ന റിപ്പോർട്ടുകളുമുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി MS സൊല്യൂഷൻസ് ജീവനക്കാരുടെ മൊഴിയെടുക്കും. സ്ഥാപനത്തിന്റെ ഓൺലൈൻ ക്ലാസുകളിലെ അശ്ലീല പരാമർശങ്ങളിലും പരിശോധന ആരംഭിച്ചു. ചോദ്യപേപ്പർ ചോർച്ച ചർച്ച ചെയ്യാൻ വിദ്യാഭ്യാസ മന്ത്രി വിളിച്ച യോഗവുമുണ്ട്. ചോദ്യം ചോരാനിടയായ സാഹചര്യം ചർച്ച ചെയ്യും. ഇനി പരീക്ഷാ നടത്തിപ്പ് കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള നടപടി യോഗം തീരുമാനിക്കും. സർക്കാർ അധ്യാപകരുടെ സ്വകാര്യ ട്യൂഷൻ നിർത്താൻ കർശന നടപടികൾക്കും തീരുമാനമുണ്ടാകും. എറണാകുളം മഹാരാജാസ് കോളേജിൽ കുത്തേറ്റ് മരിച്ച SFI നേതാവ് അഭിമന്യുവിന്റെ സ്മാരകമായി നിർമ്മിച്ച ബഹുനില മന്ദിരം CPM വാടകയ്ക്ക് നൽകി. അർബൻ കോപ്പറേറ്റീവ് ബാങ്കിനാണ് ഒരു നില പ്രവർത്തിക്കാൻ വിട്ടുകൊടുത്തത്. മറ്റൊരു നില സാമൂഹിക മാധ്യമ വിഭാഗത്തിന്റെ പ്രവർത്തനത്തിനായി പാർട്ടിയും കൈയടക്കി. ഈ പ്രശ്നത്തിൽ CPM ജില്ലാ സെക്രട്ടറി CN മോഹനൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ പാർട്ടിയിൽ അമർഷം പൊങ്ങുന്നുണ്ട്. സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടൽ തേടിയിരിക്കുകയാണ് ഒരു വിഭാഗം. സ്മാരകത്തിന്റെ ലക്ഷ്യം പാളിയതിൽ പാർട്ടിയിലുള്ള ചർച്ചയും ചോദ്യങ്ങളുമൊക്കെ ജില്ലാ നേതൃത്വം അവഗണിച്ചെന്നാണ് പരാതി. ബ്രാഞ്ച് തലം മുതൽ ജനങ്ങളിൽ നിന്ന് പണം പിരിച്ച് CPM നിർമ്മിച്ചതാണ് അഭിമന്യു സ്മാരക മന്ദിരം. ധനസമാഹരണവും സ്മാരകത്തിന്റെ നിർമ്മാണവും ജില്ലാ കമ്മിറ്റിയുടെ പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു. 2020 ഡിസംബറിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സ്മാരകം ഉദ്ഘാടനം ചെയ്തത്. അഭിമന്യുവിന്റെ മാതാപിതാക്കൾ ഉൾപ്പെടെ പങ്കെടുത്ത ചടങ്ങിൽ അഭിമന്യു പഠന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും നടന്നു. പഠനം, തൊഴിൽ പരിശീലനം, ഗ്രന്ഥശാല, PSC ഉൾപ്പെടെയുള്ള പരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പ് എന്നിങ്ങനെ വിദ്യാർത്ഥികളുടെ സൗകര്യത്തിനായി സ്മാരക മന്ദിരം വിനിയോഗിക്കാനാണ് ലക്ഷ്യമിട്ടത്. വിവിധ ആവശ്യങ്ങൾക്കായി കൊച്ചിയിലെത്തുന്ന പിന്നാക്ക വിഭാഗം വിദ്യാർത്ഥികൾക്ക് സൗജന്യ താമസം ഒരുക്കാനും തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇതൊന്നും നടപ്പായില്ല. മന്ദിരം ആദ്യം ജൈവ പച്ചക്കറി സ്റ്റാളിന് നൽകുകയും ചെയ്തിരുന്നു. കലൂർ കത്രക്കടവ് റോഡിലെ 6.5 സെന്റിലാണ് സ്മാരകം. നഗരത്തിലെ കണ്ണായ സ്ഥലമായതിനാൽ സെന്റിന് 27 ലക്ഷം നൽകി വാങ്ങിയെന്നാണ് വിശദീകരണം. ഭൂമി വിലയിലും ചിലർ സംശയം പ്രകടിപ്പിച്ചിരുന്നു. 2024-25 വർഷത്തെ 855 കോടിയിൽ കേന്ദ്രവിഹിതമായ 513 കോടിയിൽ 1 രൂപ പോലും ലഭിച്ചിട്ടില്ല. 2023-24 ലഭിക്കേണ്ട ആകെ ഫണ്ട് 702 കോടിയായിരുന്നു. കേന്ദ്രവിഹിതമായി ലഭിക്കേണ്ട 421 കോടിയിൽ ലഭിച്ചത് 141 കോടി മാത്രം. ദേശീയ വിദ്യാഭ്യാസത്തിന്റെ എല്ലാ ആശയങ്ങളും നടപ്പാക്കുന്ന മാതൃകാ സ്കൂളുകളായിട്ടാണ് PM ശ്രീ പദ്ധതിയിൽ ഉൾപ്പെടുന്ന വിദ്യാലയങ്ങളെ പരിഗണിക്കുന്നത്. ഇത്തരം സ്കൂളുകളുടെ പേരിന് മുന്നിലായി PM ശ്രീ എന്ന് ചേർക്കണം. ഒരു ബ്ലോക്കിൽ 2 വിദ്യാലയങ്ങളാണ് ഇതിനു വേണ്ടത്. സംസ്ഥാന സിലബസോ NCERT സിലബസോ നടപ്പാക്കാം. ഇത് കേരളത്തിന്റെ മതനിരപേക്ഷതയെയും മതസൗഹാർദ്ദത്തെയും ദോഷമായി ബാധിക്കുമോ എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ ആശങ്ക. PM ശ്രീയും SSKയും വ്യത്യസ്ത പദ്ധതികളായതിനാൽ ഇവ തമ്മിൽ ബന്ധിപ്പിക്കേണ്ടതില്ലെന്നാണ് സംസ്ഥാനത്തിന്റെ വാദം. അതിനാൽ SSKയുടെ ഫണ്ട് നേടിയെടുക്കുന്നതിനുള്ള നടപടികളെക്കുറിച്ചാണ് സംസ്ഥാനം ആലോചിക്കുന്നത്. കേന്ദ്ര ഫണ്ട് ലഭിക്കാത്തത് മൂലം ഭിന്നശേഷി കുട്ടികളുടെ ഉന്നമനത്തിനായുള്ള പ്രവർത്തനങ്ങളും പാവപ്പെട്ട കുട്ടികൾക്കായുള്ള ഹോസ്റ്റലുകളും വിദ്യാഭ്യാസ അവകാശ നിയമം അനുസരിച്ച് കുട്ടികൾക്ക് ലഭിക്കേണ്ട സൗജന്യ യൂണിഫോം, സൗജന്യ പാഠപുസ്തകം എന്നിവയുടെ വിതരണവും പ്രതിസന്ധിയിലായിരിക്കുകയാണെന്ന് SSK ഡയറക്ടർ വ്യക്തമാക്കി. കേന്ദ്ര പദ്ധതിയോട് സംസ്ഥാനം മുഖം തിരിച്ചു. PM ശ്രീയിൽ കുരുങ്ങി സമഗ്ര ശിക്ഷ. കേരളത്തിന് 2024-25 കിട്ടാതാകുന്നത് 513 കോടിയിലേറെ രൂപ. സംസ്ഥാനം PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കാത്തതിനാൽ വിവിധ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പാക്കുന്ന സമഗ്ര ശിക്ഷ കേരള SSKയുടെ പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്.
ഭിന്നശേഷി കുട്ടികളുടെ സ്റ്റൈഫൻഡ്, പാവപ്പെട്ട കുട്ടികളെ പാർപ്പിക്കുന്ന ഹോസ്റ്റലുകൾ എന്നിവയുടെ പ്രവർത്തനം, സൗജന്യ യൂണിഫോം, സ്കൂളുകളുടെ അറ്റകുറ്റപ്പണി തുടങ്ങിയവ അനിശ്ചിതത്വത്തിലായി. തീരെ പാവപ്പെട്ട കുട്ടികളെ പാർപ്പിക്കുന്ന 7 ഹോസ്റ്റലുകളാണ് SSKയുടെ കീഴിൽ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത്. ഫണ്ട് ലഭിക്കാതാകുന്നതോടെ ഇവയുടെ പ്രവർത്തനം നിലയ്ക്കുമോ എന്ന ആശങ്കയുണ്ട്. 60% കേന്ദ്ര വിഹിതവും 40% സംസ്ഥാന വിഹിതവുമാണ് SSKയ്ക്ക്. ധാരണാപത്രത്തിൽ കേരളം ഒപ്പിടാത്തതിനാൽ കേന്ദ്ര ഫണ്ട് തടഞ്ഞുവെച്ചു. തുടർന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒപ്പുവയ്ക്കാൻ തയ്യാറായി. ഇതിനെ LDF ഘടകകക്ഷിയായ CPI എതിർത്തതോടെ ഒപ്പുവെക്കേണ്ടെന്ന് മന്ത്രിസഭായോഗം തീരുമാനിക്കുകയായിരുന്നു.